അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ ദൂരെ നിന്ന് വന്ന ആളുകൾക്കൊക്കെ പോകേണ്ട സമയമായി. കുറച്ച് ആൾക്കാർക്കൊക്കെ ചെറിയ തിരക്കുകളുണ്ട്. നമ്മൾ 4 മണിയോടുകൂടി പിരിയണം എന്നാണ് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ കരുവാരക്കുണ്ടിൽ നിന്ന് വന്ന ആളുകൾ, കാളികാവിൽ നിന്ന് വന്നവർ, മഞ്ചേരിയിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ 4 മണിയിലേക്ക് പ്രോഗ്രാം നീട്ടണില്ല. നമ്മൾ അതിൻ്റെ മുമ്പ് അവസാനിപ്പിക്കാം, അതല്ലേ ഭംഗി. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരുമിച്ച് പിരിയും ചെയ്യാം. 4 അനെ അപ്പോൾ വേഗം അവസാനിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മളിനി ഒരു 10 മിനിറ്റോട് നിർത്തിയാൽ പോരെ? ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സംശയ നിവാരണത്തിനുള്ളൊരു അവസരം കൂടി നമ്മൾ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കർമ്മശാസ്ത്രപരമായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ മുസ്തഫദിനി പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ളൊരു അവസരം കൂടി ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതിലേക്ക് നമ്മൾ പോകണില്ല. ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കാം. ഇപ്പോൾ ഓക്കെ, ഞാൻ എന്നോട് സംശയം ചോദിച്ചതാണെന്ന് വിചാരിച്ചു, സോറി കേട്ടോ. പിന്നെ ഭൂമി ലോകത്തുള്ള ഒട്ടനവധി വസ്തുക്കളുണ്ട്. നമുക്ക് തൊട്ട് കാണാവുന്നത്, സ്പർശിച്ച് മനസ്സിലാക്കുന്നത്, മണത്തറിയുന്നത്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ച ഒട്ടനവധി വസ്തുക്കളെ കാണുമ്പോൾ ഒരു നടന്നു പോകുന്നതിനിടക്ക് നമ്മൾ ചാണകം മണത്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിലൂടെ ഒരു പശു പോയിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലേ? നമ്മൾ നടന്നു പോകുന്നതിൻ്റെ ഇടക്ക് വേറെ ഏതെങ്കിലും ജന്തുക്കളുടെ അതിൻ്റെ കാഷ്ടമാണ് മണത്തതെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇന്ന ജന്തു ഇതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ യാത്ര പോകുന്നതിനിടക്ക് എല്ലുവണ്ടി നമ്മുടെ മുമ്പിലൂടെ പോകും. അപ്പോൾ നമുക്ക് വേഗം ഒരു കാര്യം മനസ്സിലാവും, എന്ത്? മണത്തുനിന്ന് നമുക്ക് മനസ്സിലാവും ഇതിലൊരു എല്ലുവണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. എല്ലുവണ്ടി ഇതിലെ പോയി എന്നുള്ളതുകൊണ്ടാണ് മണം ഉണ്ടായത്. ഭൂമി ലോകത്ത് നമ്മൾ ഉണ്ട് എന്നത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകാലുകൾ നൽകി എന്നത്, ചിന്തിക്കാനൊരു ഹൃദയം തന്നു എന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരു തലച്ചോറ് തന്നു എന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കാനുള്ള ദഹന പ്രക്രിയ തന്നു എന്നത്, ഇതൊക്കെ ഇവിടെ ഒരു പടച്ചവനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അള്ളാഹു ഉണ്ട് എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്ന കുറേ ആളുകളെ നമ്മൾ കാണും അല്ലേ? അങ്ങനെ ഒരു പടച്ചവല്ല എന്ന് പറയും, പരലോകമല്ല എന്ന് പറയും. ഒരു പരലോകമല്ല എന്ന് പറഞ്ഞിട്ട് പരലോകം സംഭവിക്കാതിരിക്കുമോ? പരലോകം എന്തായാലും സംഭവിക്കും. അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, ഇന്നസ്സാഅത ലആതിയതുൻ, അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്ത്യനാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ സംഭവിക്കുന്ന അന്ത്യനാളിന് മുമ്പായി ഇവിടെയുള്ള ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമപ്പെടുത്താനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമുക്ക് വലിയൊരു സന്തോഷമുണ്ട് ജീവിതത്തിൽ. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷം അതെന്താ? നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിലാണ് എന്നതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ ഹിദായത്തിലാണ് എന്നതാണ് നമ്മുടെ സന്തോഷം. നമുക്ക് ഏറ്റവും വലിയ ആഹ്ലാദം അള്ളാഹു നമ്മളെ മുസ്ലിമാക്കി എന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കാതെ അവനെ ധിക്കരിച്ചുകൊണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആശയങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ലോകത്തെമ്പാടും ആളുകളുണ്ട്. ഇവിടെ കല്ലിനെ ആരാധിക്കുന്ന ആളുകൾ, അവർ അള്ളാഹിൻ്റെ സൃഷ്ടികളെയാണ് ആരാധിക്കുന്നത്. മണ്ണുകൊണ്ട് കുഴച്ചുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, അവർ അള്ളാഹിൻ്റെ സൃഷ്ടികളെയാണ് ആരാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഒട്ടനവധി സൃഷ്ടികൾ ഈ ലോകത്തുണ്ട്. അവയെ ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അനുസരിക്കുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെയല്ല, വേഷഭൂഷാദികൾ കൊണ്ട്, സംസാര വൈഭവം കൊണ്ട് വലിയ ആളുകളാണ് എന്നറിയപ്പെടുന്ന ആളുകളെയല്ല നമ്മൾ അനുസരിക്കുന്നത്. നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹിൻ്റെ റസൂലിനെയാണ്. ലോകത്തെ മുഴുവൻ നേർവഴി പഠിപ്പിച്ച അള്ളാഹിൻ്റെ റസൂലിനെയാണ് നമ്മൾ അനുസരിക്കുന്നത്. നേരത്തെ ഗഫൂർ മാഷ് ഇവിടെ പറഞ്ഞു വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൻ്റെ അവസരം. നമ്മൾ ആരുടെ സംസാരമാണ് നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു. അപ്പം നമ്മൾ നോക്കുകയാണ് ഇത് ആരെ മെസ്സേജാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മെസ്സേജ് ആണെങ്കിൽ നമ്മളത് വേഗം ഓപ്പൺ ചെയ്ത് കേൾക്കും അല്ലേ? അത് നമ്മൾ വേഗം കേൾക്കും. ഇത് ആരെ വോയിസാണ് നമ്മൾ വേഗം കേൾക്കും. എന്നാൽ നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു ചങ്ങാതിയാണെന്നുണ്ടെങ്കിൽ ആ വോയിസ് കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കേൾക്കും, എന്താ പോയി ചങ്ങായി പറഞ്ഞ് നോക്കാൻ വേണ്ടി ചിലപ്പോൾ വെറുതെ ഒന്ന് കേൾക്കും. ഇത് നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള, പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ, നമുക്ക് ആവശ്യമായ എല്ലാം നൽകി അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മളെ മൂടിയ ആ റബ്ബ് നമ്മോട് സംസാരിച്ച സംസാരമാണ് വിശുദ്ധ ഖുർആൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര വലിയ
സ്നേഹമാണ്, എത്ര വലിയ പരിഗണനയായി ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, നമ്മൾ ബസീറിൻ്റെ അടുക്കിലേക്ക് നമ്മളൊന്ന് പോകുക. അൽ ബസീർ, ഇൻതലിഖു ബിനാ ഇലൽ ബസീർ. ബസീർ എന്ന് പറഞ്ഞാൽ അറബിയിൽ നന്നായി കാഴ്ചയുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം, നന്നായി കാഴ്ചയുള്ളവൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നന്നായി കാഴ്ചയുള്ളവൻ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാണെന്നറിയോ? അൻസാരികളുടെ കൂട്ടത്തിലുള്ള ഒരു കാഴ്ച പരിമിതനെ പറ്റിയാണ്. സമ്പൂർണ്ണമായി കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ആ കണ്ണ് കാണുന്ന, നല്ലോണം കണ്ണ് കാണുന്ന ആളുടെ അടുത്തേക്ക് നമ്മളൊന്ന് പോകുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ ഉദ്ദേശം എന്താണെന്നറിയോ? ലാ തഅമൽ അബ്സാർ, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ കാഴ്ചക്ക് മങ്ങലുണ്ടാകുന്നത്, കണ്ണുകൾക്കല്ല യഥാർത്ഥത്തിൽ അത് പാടെ അടഞ്ഞു പോകുന്നത്. അള്ളാന്റെ വചനാണത്. വലാകിൻ തഅമൽ ഖുലൂബുല്ലദീ ഫി സുദൂർ, ഹൃദയങ്ങൾക്ക്, നെഞ്ചിനകത്തുള്ള ഹൃദയത്തിനാണ് യഥാർത്ഥത്തിൽ അന്ധത ബാധിക്കുന്നത്, അല്ലാതെ കണ്ണുകൾക്കല്ല. കാഴ്ച പരിമിതനായിരുന്നിട്ടും അയാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നന്നായി കണ്ണ് കാണുന്നവൻ എന്ന് പരിചയപ്പെടുത്തിയതിൻ്റെ അർത്ഥം അയാളുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടില്ല, അയാളുടെ ഹൃദയം കെട്ടുപോയിട്ടില്ല, അയാളുടെ ഹൃദയത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ, അദ്ദേഹവും മുസ്ലിമാണ്. തുഫൈൽ ബിൻ അംർ ദൗസിയും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അംർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അംർ താങ്കൾ വരാത്തത്? താങ്കളുടെ കൈ മുറിഞ്ഞു പോയത് കൊണ്ടല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ നിങ്ങൾക്ക് മടി? അന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും പരിമിതികളുള്ള ആളുകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ, പൊതു സദസ്സുകളിൽ വന്നാൽ അതൊരു ദുശഗുണമായി കാണുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന്, അല്ലേ? ഇന്നത്തെ പോലെ പരിഗണിക്കണം, ചേർത്തു നിർത്തണം എന്നുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തി ആളുകൾക്ക് ബോധമുണ്ടായതിനു ശേഷം തന്നെ പരിഗണിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അന്ന് ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിൻ്റെ മുമ്പുള്ള അവസ്ഥയാണത്. ആ അവസ്ഥയിൽ വളരെ മോശപ്പെട്ട സാഹചര്യമാണ്. ഇത്തരം പരിമിതികളുള്ള ആളുകളെ അടുപ്പിക്കാത്ത കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് സംസ്കരിപ്പിച്ച് ഈ കാര്യം പഠിപ്പിച്ചത്. എന്താ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നറിയോ? നിങ്ങളുടെ കൈ മുറിഞ്ഞു പോയതുകൊണ്ടല്ലേ ഞങ്ങളപ്പോൾ ഇരിക്കാത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, അതുകൊണ്ടാണ് എനിക്ക് നാണം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? വല്ലാഹി, പടച്ചോനാണ് സത്യം, നിങ്ങൾ ഈ ഭക്ഷണത്തളികയിൽ കൈവെക്കാതെ ഞാൻ ഇതിൽ നിന്ന് ഒരു തുള്ളി വറ്റി ഞാൻ കഴിക്കൂല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു പറഞ്ഞു. എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ പരിമിതികളുള്ള ആളുകളെ പരിഗണിക്കണമെന്നും അവർക്ക് സ്ഥാനം നൽകണമെന്നും പഠിപ്പ് കിട്ടിയത്, അധ്യാപനം കിട്ടിയത്? അത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. അപ്പോൾ ഇസ്ലാം നമ്മളെ നന്നായി പരിഗണിച്ചിട്ടുണ്ട്, ഇസ്ലാം നന്നായി നമുക്ക് സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു വാക്ക്, അതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത്. ഈ കൂട്ടത്തിലിരിക്കുന്ന പരിമിതികളില്ലാത്ത ആളുകളുടെയൊന്നും അവയവങ്ങൾ ആദ്യം സ്വർഗത്തിലേക്ക് കയറൂല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ അവയവം ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുമെങ്കിൽ അത് താങ്കളുടെ അവയവമായിരിക്കും. താങ്കളുടെ കൈ മുറിഞ്ഞു പോയിട്ടില്ലേ? ആ മുറിഞ്ഞുപോയ കൈയാണ് ആദ്യം സ്വർഗത്ത് പ്രവേശിക്കാന്ന്. അപ്പോൾ നമ്മൾ കാഴ്ച പരിമിതരാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുക. കാരണം എന്താണെന്നറിയോ? നമുക്ക് മറ്റുള്ളവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കണ്ണുകളെ കൊണ്ട്, പരിമിതികളുള്ള നമ്മുടെ കണ്ണുകളെ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരു സംശയവുമില്ല അതിൽ. രോഗബാധിതരായ ആളുകളെ പറ്റി അള്ളാൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ സന്തോഷിക്കേണ്ട അടുത്തൊരു വിഷയമാണ്. രോഗബാധിതരായ ആളുകൾ പരലോകത്തെത്തി അള്ളാഹു അവിടെ വെച്ച് അവർക്ക് കൊടുക്കുന്ന വലിയ സൗകര്യങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവർ ചോദിക്കും, ഇതൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയത് എന്ന് സംശയമാകും, അല്ലേ? അപ്പോൾ അവർക്ക് ഈ ഭൂമി ലോകത്തുണ്ടായ രോഗം കാരണത്താലാണ് എനിക്ക് ഇതൊക്കെ ഉണ്ടായത്, ഈ നന്മയൊക്കെ ഉണ്ടായത് എന്ന് മനസ്സിലാവുമ്പോൾ അവൻ ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ശരീരം മുഴുവൻ അസുഖമായിരുന്നെങ്കിൽ, എൻ്റെ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗത്തിനല്ല അസുഖം ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ ശരീരം മുഴുവൻ അസുഖമായിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ പറയട്ടെ, കാഴ്ച പരിമിതി 40%, 20%, 50% ഒക്കെയുള്ള ആളുകൾ അവർ പരലോകത്തെത്തിയാൽ ആഗ്രഹിക്കുക എന്താണെന്നറിയോ? എനിക്ക് 100% കാഴ്ച പരിമിതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതിലാറെ നന്മ കിട്ടുമായിരുന്നല്ലോ.
കാഴ്ചപരിമിതി ഇല്ലാത്ത ഒരാൾ എന്താ പരലോകത്തെത്തിയാൽ വിചാരിക്കാമെന്നറിയോ? കാഴ്ചപരിമിതി ഉള്ള ആളുകൾക്കൊക്കെ പടച്ചോൻ എത്ര നന്മയാണ് കൊടുത്തത്. ആ നന്മ എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്കും കാഴ്ചപരിമിതി ഉണ്ടായിരുന്നെങ്കിൽ ആ നന്മകളൊക്കെ എനിക്ക് ഉണ്ടാകുമായിരുന്നല്ലോ. ഇത് ഞാൻ പറയണത് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള ഒരുപാട് വകുപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ, ഈ നന്മയുടെ ഒന്നും ഗുണം ലഭിക്കാതിരിക്കാൻ, എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും അതൊന്നും സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരു വിഷം നമ്മളിലേക്ക് കടന്നു വന്നാൽ മതി. ഒറ്റ വിഷം, ഒരു തുള്ളി വിഷം നമ്മുടെ ഭക്ഷണത്തിൽ കലർന്നാൽ ആ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ വിശ്വാസത്തിൽ ശിർക്കെന്ന വിഷം കലർന്നാൽ അല്ലാഹ് എന്ന് വിളിക്കുന്നതിന് പകരം, പടച്ചോനെ എന്ന് പറയുന്നതിന് പകരം വേറെ ഏതെങ്കിലും തങ്ങന്മാരെയോ ബീബിമാരെയോ സിദ്ധന്മാരെയോ പണിക്കന്മാരെയോ ജ്യോത്സ്യന്മാരെയോ സമീപിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ച് അങ്ങനെ ജീവിച്ചാൽ നമ്മളുടെ ഈ പരിമിതികൾക്കുള്ള പ്രതിഫലമായി അള്ളാഹു നൽകുന്നൊന്നും നമുക്ക് കിട്ടാൻ പോണില്ല. ഇബാദത്തുകളൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ പോണില്ല. അതുകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും ഐക്കല്ല് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഉറുക്ക് കെട്ടിയിട്ടുണ്ടെങ്കിൽ, ഏലസ് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ എൻ്റെ ഒരു അസുഖം മാറും, എൻ്റെ പേടി മാറിക്കിട്ടും, എനിക്ക് ധൈര്യം കിട്ടും, ഞാൻ കുറച്ചുകൂടി ഉഷാറാകും എന്നൊക്കെ പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കണമെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യണം. അല്ലാഹു അല്ലാത്ത ആരിൽ നിന്നെങ്കിലും നമ്മൾ അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് പുറത്തു തരാത്ത ഗുരുതരമായ ഗൗരവമുള്ള പാപമാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളാകാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുക. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രോഗ്രാമുകൾ നമുക്കുണ്ടാകും. ആ പ്രോഗ്രാമുകളുടെ അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മളതിൽ സജീവമായി പങ്കെടുക്കുക. നമ്മളെല്ലാവരും ഇവിടെ പങ്കെടുത്ത എല്ലാ ആളുകളും അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പ്രാദേശികമായി വിശുദ്ധ റമളാൻ്റെ മുമ്പ് ഇതിൽ അത്യാവശ്യക്കാരായ ആളുകളെ പ്രാദേശികമായി ശാഖയുടെ സമിതികൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.